നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ ബഹുജൻ സമാജ് പാർട്ടി BSP സംസ്ഥാന അധ്യക്ഷൻ K. ആംസ്ട്രോങ്ങിനെ വെട്ടിക്കൊന്നു. ചെന്നൈ പെരുമ്പൂരിന് സമീപം വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ചെന്നൈയിലെ പെരുമ്പൂരിലെ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപം അജ്ഞാതർ ക്രൂരമായാണ് വെട്ടിക്കൊന്നത്. ഇരുചക്ര വാഹനങ്ങളിലെത്തിയ 6 അംഗ സംഘമാണ് കൊലപാതകത്തിന് പിന്നിൽ. വടിവാളുകൊണ്ടാണ് ആക്രമണം നടത്തിയത്. സെമ്പിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആക്രമണം നടന്നത്. പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കൊലപാതകത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല. ആംസ്ട്രോങ് പുതിയ വീടിന്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനിടെയാണ് രാത്രി 7 മണിയോടെ ആക്രമണം ഉണ്ടായത്. ആംസ്ട്രോങ് നിർമ്മാണ സ്ഥലം പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് ഭക്ഷണ വിതരണ ഏജന്റുമാരുടെ വേഷം ധരിച്ചെത്തിയ അക്രമി സംഘം വെടിയുതിർക്കുകയായിരുന്നു. ആംസ്ട്രോങ്ങിനെ 1000 ലൈറ്റ്സിലെ അപ്പോളോ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നും പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചുവെന്നും പോലീസ് അറിയിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി രാജീവ് ഗാന്ധി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രതികളെ പിടികൂടാൻ പോലീസ് ഊർജ്ജിത തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗുണ്ടാ സംഘം ആർക്കോട് സുരേഷിനെ കൊലപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട പ്രതികാര കൊലപാതകമാകാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ആംസ്ട്രോങ് മുമ്പ് ചെന്നൈ കോർപ്പറേഷൻ കൗൺസിലറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. കൂടാതെ മേഖലയിലെ ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു. ദാരുണമായ സംഭവത്തോട് പ്രതികരിച്ച തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ മേഖലയിൽ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങളെ ചൊല്ലി സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു. ബഹുജൻ സമാജ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആംസ്ട്രോങ് എവൽ ഇന്ന് ചെന്നൈയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട വാർത്തയിൽ അഗാധമായ ഞെട്ടൽ. ഈ സമയത്ത് ഞങ്ങളുടെ ചിന്തകളും പ്രാർത്ഥനകളും അദ്ദേഹത്തിനും കുടുംബത്തിനും ബഹുജൻ സമാജ് പാർട്ടിയുടെ കേഡർമാർക്കും ഒപ്പമുണ്ട്. അണ്ണാമലൈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചു. തമിഴ്നാട്ടിലെ ക്രമസമാധാന നില വഷളായതിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചു. അക്രമത്തിനും ക്രൂരതയ്ക്കും നമ്മുടെ സമൂഹത്തിൽ സ്ഥാനമില്ല. എന്നാൽ DMK ഭരണത്തിന് കീഴിൽ കഴിഞ്ഞ 3 വർഷമായി തമിഴ്നാട്ടിൽ ഇതൊരു പതിവാണ്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകിടം മറിഞ്ഞു. മുഖ്യമന്ത്രിയായി തുടരാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തം താങ്കൾക്ക് ഉണ്ടോ എന്ന് സ്റ്റാലിൻ സ്വയം ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. AIDMKയും DMK സർക്കാരിനെ വിമർശിച്ചു. നേതാവ് പളനിസാമി സംസ്ഥാനത്തെ ക്രമസമാധാന നിലയെ ചോദ്യം ചെയ്യുകയും ആംസ്ട്രോങ് സമാധാനപരമായ ശവസംസ്കാരം ഉറപ്പാക്കാൻ അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.